നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അതിക്രൂരമായ ഒരു കൂട്ടബലാത്സംഗം നടന്നിരിക്കുകയാണ്. ചെന്നൈയിലാണ് സംഭവം. ക്രിസ്മസ് ദിനത്തിൽ മറ്റൊരു നോവായി മാറുകയാണ് ഈ ഒരു സംഭവം. ചെന്നൈയിൽ വിദ്യാർത്ഥിനിയെ കൂട്ടബലാത്സംഗം ചെയ്തു. അണ്ണാ സർവകലാശാലയിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ് കൂട്ടബലാത്സംഗത്തിനിരയായത്. ബുധനാഴ്ച പുലർച്ചെ ക്യാമ്പസിനുള്ളിൽ വെച്ച് അജ്ഞാതരായ 2 പേരാണ് പെൺകുട്ടിയെ വലിച്ചിഴച്ചു കൊണ്ടുപോയി ക്രൂരമായി കൂട്ടബലാത്സംഗം ചെയ്തത്. പെൺകുട്ടിയും സുഹൃത്തും പള്ളിയിൽ ക്രിസ്മസ് പ്രാർത്ഥനയിൽ പങ്കെടുത്തു. അതിനുശേഷം ക്യാമ്പസിൽ സംസാരിക്കുകയായിരുന്നു ഇവർ ഇരുന്ന്. ഈ സമയത്താണ് അജ്ഞാതരായ 2 പുരുഷന്മാർ അവർക്കരികിലേക്ക് എത്തിയത്. അടുത്തുവന്ന് സുഹൃത്തിനെ ആക്രമിച്ച് പെൺകുട്ടിയെ വലിച്ചിഴച്ചു കൊണ്ടുപോവുകയായിരുന്നു. അടുത്തുള്ള കുറ്റിക്കാട്ടിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയ ശേഷം ലൈംഗികമായി ഉപദ്രവിക്കുകയായിരുന്നുവെന്ന് പ്രാഥമിക അന്വേഷണ സംഘം കണ്ടെത്തി. അക്രമികൾ ക്യാമ്പസിനകത്തുള്ള വിദ്യാർത്ഥികളാണോ അതോ പുറത്തു നിന്നുള്ളവരാണോ എന്ന് കണ്ടെത്താൻ വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. CCTV ദൃശ്യങ്ങളടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. സംഭവത്തിൽ ഭാരതീയ ന്യായ സംഹിത BNS സെക്ഷൻ 64 പ്രകാരം കോട്ടൂർപുരം പോലീസ് കേസെടുത്തു. പെൺകുട്ടിയുടെ ചിത്രങ്ങളും ഇവർ പകർത്തിയെന്നാണ് വിവരം. സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. സുഹൃത്തുമായി സംസാരിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടിയാണ് ഇത്തരത്തിൽ 2 പേർ എത്തി സുഹൃത്തിനെ ആക്രമിച്ച ശേഷം, സുഹൃത്തിനെ വളരെ വലിയ രീതിയിൽ ആക്രമിച്ച ശേഷമാണ് പെൺകുട്ടിയെ ഇവർ വലിച്ചിഴച്ച് കൊണ്ടുപോയത്. അതേസമയം റോ ഏജന്റ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച ജിം പരിശീലകൻ ടിൻഡറിലൂടെ പരിചയപ്പെട്ട കനേഡിയൻ യുവതിയെ ബലാത്സംഗം ചെയ്തു. ആഗ്ര സ്വദേശിയായ സാഹിൽ ശർമ്മയാണ് യുവതിയെ നിരവധി തവണ ലൈംഗികമായി പീഡിപ്പിച്ചത്. ഓൺലൈൻ ഡേറ്റിംഗ് ആപ്പായ ടിൻഡറിലൂടെയാണ് യുവതി സാഹിലിനെ പരിചയപ്പെട്ടത്. താൻ റോ ഏജന്റ് ആണെന്നാണ് ഇയാൾ യുവതിയോട് പറഞ്ഞത്. യുവതിയുമായി ഇയാൾ നിരവധി തവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. കാനഡയിലേക്ക് തിരിച്ചു പോകവെയാണ് താൻ ഗർഭിണിയാണെന്ന കാര്യം യുവതി തിരിച്ചറിഞ്ഞത്. ഇക്കാര്യം യുവതി സാഹിലിനെ അറിയിച്ചു. ഇത് കേട്ട സാഹിൽ യുവതിയെ ഭീഷണിപ്പെടുത്തി. അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ നിന്ന് യുവതിയെ ബ്ലോക്ക് ചെയ്തു. യുവതിയുടെ പരാതിയിൽ സാഹിലിനെതിരെ പോലീസ് കേസെടുത്തു. സാഹിൽ നിരവധി തവണ തന്നെ ബലാത്സംഗം ചെയ്തുവെന്ന് യുവതി ആരോപിച്ചു. സാഹിലിന്റെ 2 സുഹൃത്തുക്കൾക്കെതിരെ യുവതി പരാതി നൽകി. ഇക്കഴിഞ്ഞ മാർച്ചിൽ ടിൻഡറിലൂടെയാണ് യുവതി സാഹിലിനെ പരിചയപ്പെട്ടത്. ഈ സമയം ഇന്ത്യയിലായിരുന്നു യുവതി. മാർച്ച് 20-നാണ് സാഹിലിനെ താൻ നേരിട്ട് കണ്ടത്. ആ ദിവസം തന്നെ ഒരു ഹോട്ടലിലേക്ക് ഭക്ഷണം കഴിക്കാൻ സാഹിൽ ക്ഷണിച്ചുവെന്നും യുവതി പറഞ്ഞു. ഹോട്ടൽ റൂമിൽ സോഫ്റ്റ് ഡ്രിങ്ക്സും പിസയും ഉണ്ടായിരുന്നു. അത് കഴിച്ചതും താൻ അബോധാവസ്ഥയിലായെന്നും അതിനുശേഷമാണ് സാഹിൽ തന്നെ ബലാത്സംഗം ചെയ്തതെന്നും യുവതി പറഞ്ഞു. ബോധം തെളിഞ്ഞപ്പോഴാണ് താൻ പീഡിപ്പിക്കപ്പെട്ടുവെന്ന് തിരിച്ചറിഞ്ഞത്. ഇതേ ചൊല്ലി സാഹിലുമായി തർക്കത്തിലായി. അപ്പോഴാണ് താൻ റോ ഏജന്റ് ആണെന്ന് അയാൾ തന്നോട് പറഞ്ഞത്. തന്നെ വിവാഹം കഴിക്കാമെന്ന് സാഹിൽ ഉറപ്പ് നൽകി. സുരക്ഷാ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ പറ്റിയുള്ള ഒരു കാര്യങ്ങളും ആരോടും വെളിപ്പെടുത്തരുതെന്നും സാഹിൽ യുവതിയോട് പറഞ്ഞു. ഈ സംഭവത്തിന് ശേഷം യുവതി കാനഡയിലേക്ക് തിരിച്ചുപോയി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.